ഇതെൻ്റെ റെഡ്മിയുടെ 10T എന്ന ഫോണാണ്. ഇതെൻ്റെ കയ്യിൽ താഴെ വീണിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേ എങ്ങനെ കടകളിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് സ്വയം മാറ്റാമെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ആദ്യം ഞാൻ ഈ ഡിസ്പ്ലേ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അത് മാക്സ്ബി എന്ന് പറഞ്ഞിട്ട് maxbee.com നിന്നാണ് ഈ ഡിസ്പ്ലേ ഓർഡർ ചെയ്തത്. ഇനി നമുക്കതെങ്ങനെ വീട്ടിലിരുന്ന് മാറ്റാമെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാം. എൻ്റെ വൈഫാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഗണ്ണ് ചൂടാക്കാനുള്ളതാണ്. പിന്നെ അതിനാവശ്യമുള്ള സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നത്. പിന്നെ വേണ്ടത് പിന്നെ അതിനുള്ള ഗമ്മ്, സ്റ്റിക്കർ സാധനങ്ങളൊക്കെ ഒരു കിറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഹോട്ട് ഗൺ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഹോട്ട് ഗൺ ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. അതിൽ ഫസ്റ്റിലിട്ടിട്ടാണ് ഇത് ഹീറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ 4 സൈഡിൽ ഒരു പശ വെച്ചിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ പശ പോകുന്നതിനായിട്ട് 4 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കാണിച്ച് അത് ഇങ്ങനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ആകുമ്പോൾ ആ പശ ഉരുക്കി പോരും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തന്നെ എങ്ങനെ തുറക്കാമെന്നുള്ളത് നോക്കാം. ഇതിങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണിത്. ഇത് നമുക്കിത് അകറ്റിയെടുക്കാനായിട്ട്. ഇത് മൊബൈൽ റിപ്പയറിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണിത്. ഇതുകൊണ്ട് എങ്ങനെ നമുക്കിത് ഓപ്പൺ ആക്കാൻ നോക്കാം. നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഇത്ര ഉള്ള പരിപാടി. ഇനി ആ സൈഡും കൂടെ ഒന്നും കൂടി ചൂടാക്കണം. കാരണം അവിടുന്ന് പോരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചൂടാക്കാം. യെസ്. അപ്പോൾ നമ്മുടെ ഫോണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കളഞ്ഞിട്ട് അതിന് ആദ്യം നമുക്ക് ഫോണിൻ്റെ ഈ ഭാഗം ഇവിടെ അഴിച്ചെടുക്കണം. പിന്നെ ഈ ബാറ്ററി എടുക്കണം. പിന്നെ ഈ ക്യാമറയുടെ സൈഡ് ഇവിടെ ക്യാമറ ഇത് നമുക്ക് അഴിച്ചെടുക്കണം. ഇവിടെ നമുക്ക് അഴിച്ചെടുക്കണം. ഈ ഭാഗം അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനുള്ള ടൂളാണ് ഇനി വരുന്നത്. അത് നമുക്ക് ടൂൾ ബോക്സ് ഉണ്ട്. അതിനായിട്ട് സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ടൂൾ ബോക്സ് ഉണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ഇത് അഴിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് അഴിക്കാം. അപ്പോൾ മെയിനായിട്ട് നോക്കാൻ ഈ കാണുന്ന ചെറിയ ചെറിയ സ്ക്രൂകളുണ്ട്. ഈ പച്ച കളറിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ഈ സ്ക്രൂകളൊക്കെ നമ്മൾ അഴിച്ചെടുക്കണം. അപ്പോൾ അഴിക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ എടുത്തത് കണ്ടില്ലേ, അതുപോലെ തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ആ സ്റ്റിക്കറൊക്കെ അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലും സ്ക്രൂകൾ കാണുന്നുണ്ട്. ആ സ്ക്രൂ നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ ക്യാമറയുടെ ഭാഗം നമ്മൾ തുറക്കണം കേട്ടോ. ക്യാമറ തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാം കേട്ടോ. ക്യാമറയുടെ ഭാഗം എടുത്തിട്ടുണ്ട്, ക്യാമറയുടെ മുകൾ ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ആ സ്റ്റിക്കർ പിടിച്ച് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ബാറ്ററി മേലോട്ട് ഊരിപ്പോരും. ക്യാമറ അല്ല, ബാറ്ററി ഊരിപ്പോരും. യെസ്. അപ്പം നമ്മൾ ബാറ്ററി ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഫോണിൻ്റെ ബാക്കിയുള്ള വശം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ സൈഡ് ഉണ്ട്, നമ്മുടെ ഇതിൻ്റെ ഫോണിൻ്റെ ആ പച്ച കളറുള്ള സൈഡ് ഭാഗം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഊരിയെടുക്കണം. അപ്പോൾ ഞാൻ അത് നമുക്ക് എങ്ങനെ ഊരിയെടുക്കാൻ നോക്കാം. നമുക്കതിൻ്റെ സൈഡ് അയക്കുന്ന വീഡിയോ കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോ ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത്. കുറച്ച് ടൈറ്റാണല്ലേ. യെസ്, ഇത്രയേ ഉള്ളൂ പരിപാടി.
നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട്. ആ പച്ചക്കളർ സാധനം ഊരിയെടുത്തു കേട്ടോ. യെസ്, ഇനി അതിനുള്ളിൽ കാണിച്ചാൽ യെസ് ഊരിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇനി ഫോണിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതാ ഈ ഭാഗം ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കണം. ഇത് ഡിസ്കണക്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ആദ്യം അത് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ബാക്ക് വശം, ഈ ഭാഗം നമ്മുടെ ഫ്രെയിം ഭാഗം ഇത് കംപ്ലീറ്റ് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം. അതിന് നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഹീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹീറ്റാക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇത് ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ ഈ ഡിസ്പ്ലേ അകത്തിയെടുക്കും. അകത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കുറച്ച് പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ആദ്യം വേറൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ ഇതേപോലെ ഡിസ്പ്ലേ പോയിട്ട് നമ്മൾ നന്നാക്കാൻ കൊണ്ടു കൊടുത്തപ്പോൾ അവർ 5000 രൂപയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കിയപ്പോൾ അതെങ്ങനെ മാറ്റുക എന്നുള്ളത് മനസ്സിലായി. ഇതാണ് ഡിസ്പ്ലേ. ഈ സാധനമാണ് നമ്മളിനി മാറ്റാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊട്ടുന്നത്. ആദ്യം വേറെ ഫോണായിരുന്നു, ഇത് വേറെ ഫോൺ. അപ്പോൾ അന്ന് നമ്മൾ ടൂൾസൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഫോൺ സക്സസ് ആയി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഫോണും പറ്റിയപ്പോൾ എന്നാൽ പിന്നെ ഇതും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അവിടെ ഉള്ളിലൊക്കെ ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് കുറവാണ് തോന്നുന്നുണ്ട് അല്ലേ? ഡബിൾ സ്റ്റിക്കർ ഉണ്ട്. അതൊക്കെ മൊത്തത്തിലെടുത്ത് ക്ലീൻ ചെയ്യണം. അത് നമ്മളെല്ലാം ഇതുപോലെ ടൂൾ കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റാം. ഓക്കെ, ഇത് നമ്മളിവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ 3500 രൂപ 4000 രൂപ ആവുമെന്നാണ് ഇതിനും പറഞ്ഞത്. ഇപ്പോൾ ഈ ഡിസ്പ്ലേ നമ്മൾ ഓർഡർ ചെയ്തത് maxbee.com എന്നാണ്. ഈ maxbee.com നമുക്ക് ആകെ 900 രൂപയാണ് ഇതിന് ചാർജായിട്ട് വന്നത്. ഇതാണ് അതിൻ്റെ സാധനം കേട്ടോ. ഇതാണ് ആ ബോക്സിൽ വന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഡിസ്പ്ലേ ഉള്ളത്. ഇത് 900 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. അപ്പോൾ നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം വാങ്ങിച്ചിരുന്നു. അത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, ബ്ലിങ്കിറ്റിൽ വരെ കിട്ടും ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ. പറഞ്ഞ ടൂൾസ് എല്ലാം കൂടി നമുക്ക് ഇതിന് മുമ്പ് ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിരുന്നു. അത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, പിന്നെ ബ്ലിങ്കിറ്റിലൊക്കെ കിട്ടുന്നതാണ്. ടൂൾസിനെല്ലാം കൂടി നമുക്കൊരു 1000 രൂപയുടെ താഴെ, 1000 രൂപ അത്ര തന്നെ വന്നുള്ളൂ. 1000 രൂപ, അറൗണ്ട് 1000 രൂപ കൂട്ടിക്കോളൂ. 1000 രൂപയുടെ താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതും ഇപ്പോൾ നമ്മളിപ്പോൾ ആ ടൂൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ഫോണാണ് നേരാക്കുന്നത്. ഈ ഫോണിനാകെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 900 രൂപയുടെ ചിലവേ വന്നിട്ടുള്ളൂ. ഇത് നമ്മളൊരു ഡിസ്പ്ലേക്ക് നമുക്ക് 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ എന്തെങ്കിലും പറ്റിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ഡിസ്പ്ലേ അഴിച്ചിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റും. പിന്നെ ഇത് ഉണ്ടോ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ പശ, ഇവിടെ കുറച്ച് ഗമ്മുണ്ടാവും. ആ ഗമ്മൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് കളയുകയാണ് ഇനി കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ നമുക്ക് അയച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പാക്കറ്റ് വരിക. ഞാൻ കാണിച്ചിരുന്നില്ല കുറച്ച് നേരത്തെ. ഇതുപോലെ എടുക്കുക. ഇതാണ് നമ്മുടെ ന്യൂ ഡിസ്പ്ലേ. 900 രൂപയാണ് ന്യൂ ഡിസ്പ്ലേയുടെ വില. ന്യൂ ഡിസ്പ്ലേ എത്തി. യെസ്, യെസ്, ദിസ് ഈസ് ന്യൂ ഡിസ്പ്ലേ. അപ്പം അപ്പുറത്തെ സൈഡ് യെസ്. നമ്മളത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാമറ, അതായത് ക്യാമറ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ക്യാമറ ക്ലാരിറ്റി കിട്ടാതെ ആവും. അപ്പോൾ നമ്മൾ ശരിക്ക് അതുപോലെ തന്നെ ആ ലിക്വിഡ് വീണ്ടും നമ്മൾ ബഡ്സിലാക്കുക. ക്യാമറ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇനി നമുക്കത് ഗമ്മ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്.
അത് നമ്മൾ യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ്. ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളതിൽ സൈഡുകളിൽ മൊത്തം നമ്മൾ ഗമ്മ് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് ഡിസ്പ്ലേ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേ ശരിക്കും അത് പിടിച്ചിരും. ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ സംഭവത്തിൻ്റെ ബാലൻസ് ഉണ്ട്, നമുക്ക് കണ്ട് ആവശ്യമില്ലാത്തതാണ്. അത് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നിട്ടതാ അവിടെ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? സ്പീക്കർ ഊരെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്പീക്കർ ഫിറ്റ് ചെയ്യാം. ഇത് സ്പീക്കറാണ്. സ്പീക്കർ നമ്മൾ വെച്ചിട്ടുണ്ട്. ബാറ്ററി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഊരിയെടുത്ത എല്ലാ സ്ക്രൂ അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഒന്നും ബാക്കി വരരുത്. ഒക്കെ അതുപോലെ തന്നെ നോക്കി കറക്റ്റായിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ബാറ്ററി വയ്ക്കാം. ഈ ബാറ്ററി നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിയ ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററി നമ്മൾ ഫോൺ വാങ്ങിച്ചപ്പോൾ ബാറ്ററി അല്ല, ബാറ്ററി നമ്മൾ തന്നെ മാറ്റിയതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് വരുത്തിയിട്ട് ബാറ്ററി മാറ്റിയതാണ് കേട്ടോ. ബാറ്ററി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി. ബാറ്ററി ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തി നമ്മൾ മാറ്റിയ ബാറ്ററിയാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആദ്യമായിട്ട് മാറ്റാണ്. ഇതിന് മുമ്പ് വേറെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. ബാറ്ററി കാര്യങ്ങൾ വെച്ചു, അതിന് സ്പീക്കർ വെച്ചു. പക്ഷേ അതിൻ്റെ ഈ ഭാഗം കൂടി വെച്ചിട്ട്, ഇത് നമ്മൾ ഊരിയെടുത്ത ഭാഗമാണ്, ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്തിട്ട് നമ്മളത് എല്ലാ സ്ക്രൂവും കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് വെക്കണം. ഒന്നും ബാലൻസ് വരരുത്. കറക്റ്റായിട്ടത് നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അത്ര സ്ക്രൂകൾ നമ്മൾ അയച്ചിട്ട് സ്ക്രൂകളൊക്കെ നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ജോയിനും കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുക ആദ്യം. യെസ്, അപ്പോൾ ഇനി നമുക്ക് സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം. ക്യാമറയുടെ കവർ വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇല്ലെങ്കിൽ ചെറിയൊരു മങ്ങലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ ക്ലിയർ അല്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ആ ലിക്വിഡ് ഉണ്ടല്ലോ, ലിക്വിഡ് നമ്മൾ നേരെ ബഡ്സിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ക്യാമറ കവർ ക്യാമറ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, യെസ്. കവർ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്രൂടെ ഫിറ്റ് ചെയ്യാം. അത് ക്യാമറയുടെ സ്ക്രൂ ഫിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഗമ്മിടുകയാണ്. ചില ആളുകളൊക്കെ മറ്റ് സാധാരണ വേറെ ഒരു ബ്ലാക്ക് കളർ ഗമ്മൊക്കെ ഉണ്ടാക്കും, ഇടുന്നതാണ്. നമ്മൾ രണ്ടിനും ഒരേ ഗം തന്നെയാണ് യൂസ് ചെയ്യണത്. ഒറ്റ ഗം കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗമ്മാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എന്തിനാണ് ഇവിടെ ഗമ്മിടുന്നത് വെച്ചാൽ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അടപ്പാക്കണം. അടപ്പ് വയ്ക്കുമ്പോൾ അടപ്പ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഗമ്മാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടച്ചിരിക്കുകയാണ്, അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അടപ്പ് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മളിത് ഊരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഗമ്മൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ. അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ
ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് സംഭവം ക്ലിയർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് നേരം ആ റബ്ബർ ബാൻഡ് വീണ്ടും ഇട്ടിട്ട് കുറച്ച് നേരം റബ്ബർ ബാൻഡ് ഇട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡിൽ കുറച്ച് പശ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ ഈ ഡിസ്പ്ലേയുടെ കവർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് ഓക്കെ ഇപ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് ആ പശയുടെ ഇതൊക്കെയാണ്. ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് ഓണാക്കി നോക്കാം. റെഡി? ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം. ഓണായി വരട്ടെ. ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ സൈഡിൽ വന്നത് പശ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഗമ്മിൻ്റെ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് വന്നതിൻ്റെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പശ ഒട്ടിച്ചതിൻ്റെ ഒക്കെയാണ്. അതൊക്കെ പറിച്ചെടുത്ത് നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമുക്ക് ആ ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ച് ഓക്കെയാണ്, എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.